നമ്മുടെ മോള് മിനിമോള് കണ്ട നമ്മുടെ മിനിമോളോ? What the hell are you talking? രാജേട്ടാ, ഇയാൾ എന്തായി പറയണേ? ഇയാൾക്ക് വട്ടുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. മോളെ, നീ എന്നെ തിരിച്ചറിഞ്ഞല്ലോ, എനിക്കത് മതി. കാറപകടത്തിൽപ്പെട്ട് കാണാതായ നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ? ചികിത്സ കഴിയുന്ന വാർത്ത കേട്ട് ഞങ്ങളിവിടെ പാഞ്ഞെത്തി. അപ്പോഴേക്കും കള്ളവേഷം കെട്ടി ഭർത്താവാണ് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ തട്ടിക്കൊണ്ട് പോന്നു. ആയി തെണ്ടികളാ. ഞാൻ എപ്പോഴായി കുഞ്ഞിന്റെ അമ്മയായത്? ഞാൻ എപ്പോഴാ നിന്റെ ഭാര്യയായത്? എന്തിനായിരുന്നു ഈ നാടകം? എന്റെ സ്വത്തിന് വേണ്ടിയോ? എന്റെ പണത്തിന് വേണ്ടിയോ? പറയടാ. Why don't you tell me? You bloody thief! ഒന്നും മോഹിച്ചല്ല, അറിഞ്ഞോണ്ട് തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താ ഉണ്ടായെന്നറിയാതെ ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വേണ്ട. ദേവന്മാരെ നീ എനിക്ക് വിട്ടു വന്നാരെ, ഞാൻ ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്തോളാം. നീ ഓടാ. എന്റെ മൂക്കിന് താഴെ ഇരുന്ന് എന്റെ മീശ പറിക്കാവുന്ന കരുതല്ലേ? എന്താടാ നീ പറഞ്ഞേ? രാവിലെ അവൻ മമ്മിയാവുമ്പോ രാത്രി ഞാൻ മമ്മിയാവും. ഇനി നിന്റെ ഒക്കെ ഗതി എന്താവണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ ഒന്നും ജീവപര്യന്തം ജയിലിൽ നിന്ന് വിടാനൊക്കാത്ത വകുപ്പുണ്ടാക്കാൻ ഈ ബെഞ്ചമിൻ അറിയാം. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. നിങ്ങളെ കൊണ്ട് ഞാൻ തെറ്റി ഏൽപ്പിക്കാവടാ. സാറ് കുട്ടിയും കൊണ്ട് പൊക്കോളൂ. 5 ലക്ഷം. നടക്കുമോളെ. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. മോളെ, അവിടെ ബെഞ്ചമിൻസ് ഒക്കെ പിന്നെ ഇവരെ ജീവിക്കട്ടെ. സോറി, ബെഞ്ചമിൻ കോർല സാറോ? എന്താ വിളിച്ചത്? ബെഞ്ചമിൻ കോർല. കോർല അല്ല, കുരുവിള. അത് തന്നെ. ഈ വേഷത്തിൽ കാണാൻ എന്തൊരു ചേല. ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെ കാണാനോ? എന്തിന്? ദന്തിന് കുഞ്ഞിനെ കണ്ടുപിടിച്ചു തന്നതിന് നന്ദി പറയാ. ഒന്നല്ല, 1000. 1000 ഒതുക്കാവുന്ന കരുതണ്ട.
5 ലക്ഷത്തിൽ കുറഞ്ഞുള്ള നന്ദി ഈ കേസ് ഞാൻ സ്വീകരിക്കില്ല. മിസ്റ്റർ രാജേന്ദ്രൻ ഉണ്ടോ? ഉണ്ടോന്നു എല്ലാരും കൂടെ അവിടെ നന്ദിനി കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുക. ആർക്കറിയാൻ സ്നേഹമൊന്ന് പ്രകടിപ്പിക്കാൻ. എന്റെ റാപ്പ് കേട്ടിട്ടുണ്ടോ? റേപ്പല്ല, ഐ മീൻ കാസറ്റ്. അതില്ല. ഇല്ലേ? എന്നാ രാജേന്ദ്രൻ വിളിക്കേ. താങ്ക്സ്. എന്റെ കാസറ്റ് കേൾക്കാത്ത വിവരം കേട്ടവൻ, മ്യൂസിക് സെൻസ് ഇല്ലാത്ത എരുമ. ഹാൻസം ഫെലോ. 5 ലക്ഷം രൂപ ഇത് കൊള്ളൂ. കൊള്ളിക്ക 3 കോടി രൂപ ഒരു സൂട്ട്കേസിൽ കൊള്ളിച്ചിരുന്നു. പിന്നെ ഓ മൈ കാസറ്റ്. ബെഞ്ചമിൻ സി കുരുവിള, യു ആർ ലക്കി. ഇന്ന് എന്നെ കാസറ്റ് ഫാക്ടറിയുടെ തറക്കല്ലിടാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എന്താ പ്രത്യേകിച്ച്? എനിക്ക് ഓഫർ ചെയ്യുന്ന റിവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 100 റുപ്പീസിന്റെ നോട്ട്സ് ആയിട്ടാണോ അതോ 500 നോട്ട്സ് ആയിട്ടാണോ? അല്ല, ഇതിൽ ഒതുങ്ങോന്ന് അറിയാനാ മിസ്റ്റർ. ക്യാഷ് ആയിട്ട് തന്നെ വേണം. വേണം വേണം. ഡ്രാഫ്റ്റും ചെക്കും ഒക്കെ ആയാലേ പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവും. എന്റെ പല മുൻഗാമികൾക്ക് ഉണ്ടായതുപോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയില്ലേ. അല്ല, 5 ലക്ഷവും തികച്ചും വേണോ? തികച്ചും വേണം. പിന്നെ CBI അന്വേഷിക്കേണ്ട കേസല്ലേ എന്റെ ഈ ഒറ്റ തല പുകച്ച് ഞാൻ കണ്ടുപിടിച്ചത്. ഓ, ഇപ്പൊ പോയനെ. തല പുകച്ച കാര്യമൊന്നും പറയണ്ട. താനുമാരും കൂടെ ചേർന്ന് നടത്തിയ നാടകമല്ലായിരുന്നു അത്? നാടകമോ? പിന്നെ അല്ലാതെ തന്റെ മൂക്കിന് തുമ്പത്ത് ഒരു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് മുഹൂർത്തമാണെന്ന് ഒരു അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര വിഡ്ഢികളാന്ന് കേട്ടു. നോക്കണ്ട, 5 ലക്ഷം പോയിട്ട് 5 നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. തമാശ പറയല്ലേ മിസ്റ്റർ രാജേന്ദ്രൻ? തമാശ. മര്യാദയ്ക്ക് പെട്ടിമടക്കി പൊക്കോ, അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കേസ് തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അപ്പൊ കാര്യമായിട്ടാണോ? അതെ, വെറുതെ നിന്ന് സമയങ്ങളെ ഉള്ളതിടത്ത് പോലെ കാസറ്റ് കച്ചവടം. എടോ, കാസറ്റ് കച്ചവടം മാത്രമല്ല, ബെഞ്ചമിൻ സി കുരുവിളയോട് കളിച്ചാൽ കളിച്ചവന്റെ വിക്കറ്റ് തെറിപ്പിക്കാനും ബെഞ്ചമിൻ അറിയാം. നമുക്ക് കാണാം. കാണാം. പ്രസാദ് എന്നോട് ക്ഷമിക്കണം. 5 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ സത്യം എന്തെന്ന് കാണാനും കേൾക്കാനും എനിക്ക് കഴിഞ്ഞില്ല. കടമയിൽ നിന്നും മനസ്സൽപ്പ പാളിപ്പോയി. ഐ എം വെരി വെരി സോറി. പ്രസാദ്, ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്താലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. നിങ്ങൾ പറ്റുള്ളൂ. ഒന്ന് കാണാനാ വന്നത്. നിങ്ങൾ ആരാ എന്നെ കാണാൻ? പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു ശല്യമായല്ലോ. അതെ, നിങ്ങൾ ആരാ? കാണാൻ ഇഷ്ടമുള്ളെന്ന് പറഞ്ഞു കേട്ടില്ലേ? വഴി തടയാതെ അങ്ങോട്ട് മാറി വെച്ചേ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്റെ പേര് മീനാക്ഷി എന്ന് പറയും. പക്ഷെ മീനു എന്ന് വിളിക്കും. എന്നാ കേട്ടോളൂ. വഴിയടാനാ വന്ന്. അവിടെ മാറിക്കണേ. യു ബ്ലഡി. വേണ്ട, ഇതിനേക്കാൾ ശബ്ദത്തിലെങ്കിൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ ഞാൻ അതിനല്ലേ ഇപ്പൊ വന്ന്. ഞാൻ ചീറ്റ് ചെയ്തു നിങ്ങൾ പറഞ്ഞില്ലേ? അത് സത്യമല്ല. ഒരിക്കലും ഞാനാരെ വഞ്ചിച്ചിട്ടില്ല. സ്വത്ത് മണം കിട്ടാൻ വേണ്ടി നിങ്ങളെ തട്ടിയെടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു അടുപ്പം തോന്നി. ആരോരില്ലാതെ ചികിത്സ കഴിയുന്ന നിങ്ങളെ രക്ഷിക്കണം തോന്നി. അറിയാതെയാണെങ്കിലും അമ്മയില്ലാത്ത എന്റെ മിനിക്കുട്ടിക്ക് ഒരു അമ്മയായപ്പോ കൂടുതൽ ഇഷ്ടം തോന്നി. ഇന്ദുവിനെ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനുള്ള അർഹതയില്ലെന്നറിയാം. പക്ഷെ ഒന്ന് മാത്രം വിശ്വസിക്കണം, ഇന്ദുവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. മോള് കഴിക്കേ. എനിക്ക് വേണ്ട. അയ്യ, അങ്ങനെ പറയല്ലേ. ഡാഡിയുടെ പുന്നാര മോളല്ലേ, കഴിക്കേ. അല്ല, എനിക്ക് മമ്മി വാരി തന്നാ മതി. മോളെ, ഇത്രയും നാള് ഡാഡി അല്ലേ വാരി തന്നത്? നല്ല മോളല്ലേ. മോള് വാതോർക്ക്. എനിക്ക് വേണ്ട. എനിക്ക് പോയതിന്റെ മുമ്പിന്ന് എന്താ നീ കാട്ടണേ? മോളുവാ, അവള് കുഞ്ഞല്ലേ? അറിയണ്ട. കുഞ്ഞുങ്ങളായി ഇത്രയും മാസം പാടില്ല. മമ്മി കൊടുത്താൽ ഒന്നും അത്ര. മമ്മി, നിനക്ക് ഡാഡി മമ്മി ഒന്നുമില്ല. പോയിക്കോ, എന്റെ കണ്ണുമ്പ് കണ്ടുവരുന്ന തന്നെ. പോയിക്കോടി. എനിക്കാരും വേണ്ട. എന്താണത്? എനിക്കാരുമില്ല. കേട്ടോ, മോൾക്ക് അങ്കിള് വാരിത്തരാ. മോളെ നാളെ അങ്കിള് മമ്മിയുടെ അടുത്ത് കൊണ്ടുപോലോ.
മിനിമോക്ക് ആരുമില്ലേ ഡാഡി? പറ ഡാഡി, മോക്ക് ആരുമില്ലേ? മോൾക്ക് ഡാഡി ഉണ്ട്. ഡാഡി